ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 2024 തന്നെ നടന്ന കാറ്റഗറി നമ്പർ 05-3/2024 നടന്ന ഒരു PSC എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം: നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലാതാനും ആരുടെ വാക്കുകളാണിത്? ആരുടെയാണ്? ഓപ്ഷൻ ഡി, മഹാത്മാഗാന്ധിയുടെ വാക്കാണ്. രണ്ടാമത്തെ ചോദ്യം: ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം ഏതാണ്? നവംബർ 26 കേട്ടോ, നവംബർ 26. ഓപ്ഷൻ സി ആണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം: വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു, ശരിയാണ്. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു, തെറ്റാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് ആരുടെയാണ്? വൈകുണ്ഠസ്വാമിയുടെയാണ് കേട്ടോ. അതേപോലെ തന്നെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു, അത് തെറ്റായ ഓപ്ഷനാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നാലാമത്തെ ചോദ്യം: ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ ഏതാണ്? എവിടെയാണ്? കളവൻകോട് കേട്ടോ, കളവൻകോട്, ആലപ്പുഴയിലാണ് കളവൻകോട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം: പൊയ്കയിൽ ശ്രീ കുമാരദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. വില്ലുവണ്ടി യാത്ര നടത്തി. ഇതിൽ ഏതാണ്? 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി, അതേപോലെ തന്നെ പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ആറാമത്തെ ചോദ്യം: ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ സൊസൈറ്റി, മുസ്ലിം ഐക്യ സംഘം. ഏതാണ് ആറാമത്തത്? 1ഉം 3ഉം കേട്ടോ. ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലിക്കൽ സൊസൈറ്റിയും കേട്ടോ. 1ഉം 3ഉമാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഏഴാമത്തെ ചോദ്യം: കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. വക്കം അബ്ദുൽ ഖാദർ മൗലവി, അയ്യൻകാളി, വൈകുണ്ഠസ്വാമി, ശ്രീനാരായണ ഗുരു. ഇതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നമുക്കറിയാം, സമത്വ സമാജം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് കേരള മുസ്ലിം ഐക്യ സംഘം കേട്ടോ. അയ്യൻകാളിയുടെ സാധുജന പരിപാലന യോഗം, വൈകുണ്ഠസ്വാമി സമത്വ സമാജം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യം: 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം എന്താണ്? ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതാണ് കേട്ടോ. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1940 ജൂലൈ 31 കേട്ടോ. ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ചിട്ട് ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്നവരാണ് ഉദ്ധം സിംഗ് ആണ് അല്ലേ. റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നൊക്കെ അറിയപ്പെടുന്നവരാണ് ഉദ്ധം സിംഗ് ആണ്. അപ്പോൾ 9ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏതാണ്? പ്രാഥമിക മേഖലയാണ് കേട്ടോ. പ്രാഥമിക മേഖല. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 10ാമത്തെ ചോദ്യം: 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശാണ് കേട്ടോ. ഹിമാചൽ പ്രദേശ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 11ാമത്തെ ചോദ്യം: പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ ശരിയായ ജോഡി കണ്ടെത്തുക. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക. 1ാം പഞ്ചവത്സര പദ്ധതി, 2ാം പഞ്ചവത്സര പദ്ധതി, 3, 4 പഞ്ചവത്സര പദ്ധതികളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ സി. 1ാമത്തേതാണ് കാർഷിക മേഖലയുടെ വികസനം, 2ാമത്തേത് വ്യാവസായിക വികസനം, 3ാമത്തേത് ഭക്ഷ്യ സ്വയം പര്യാപ്തത, അതേപോലെ തന്നെ 4ാമത്തെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാശ്രയത്വം. ഇങ്ങനെയാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 12ാമത്തെ ചോദ്യം: മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. മാനവ വികസന സൂചിക UNDP ആണ് തയ്യാറാക്കുന്നത്. സാംസ്കാരിക വൈവിധ്യം, ആയുർദൈർഘ്യം, അഴിമതിരഹിത ഭരണം. മാനവ വികസന സൂചിക ഇതിൽ ശരിയായതാണ് 12ാമത്. 1ഉം 3ഉമാണ് കേട്ടോ. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. ആയുർദൈർഘ്യം അതുമാണ് കേട്ടോ. 1ഉം 3ഉം ശരി. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്.
13ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആരാണ്? മിന്നുമണി. ഓപ്ഷൻ സി ആണ് മിന്നുമണി. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏതാണ്? വടക്കു പടിഞ്ഞാറനാണ്, മഹൽവാരി വ്യവസ്ഥ കേട്ടോ, മഹൽവാരി വ്യവസ്ഥ. 15ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. കരിമ്പ്, തേയില, ചണം, ഗോതമ്പ്, ഇതൊക്കെയാണ് ഇവിടെ തരുന്നത്. കരിമ്പ് ഒന്നാമത്തത്, കരിമ്പാണെങ്കിൽ സി ഉത്തർപ്രദേശാണ്. അതേപോലെ തന്നെ തേയിലയാണെങ്കിൽ ആസാമാണ്. അതേപോലെ തന്നെ ചണമാണെങ്കിൽ ബംഗാളാണ്. അതേപോലെ തന്നെ 4ാമത്തത് ഗോതമ്പ് പഞ്ചാബ്. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു, പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. അപ്പോൾ 4 മാത്രമാണ് ശരിയായ പ്രസ്താവന കേട്ടോ. ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ 4 മാത്രമാണ് കേട്ടോ. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് മാത്രമാണ് ശരിയായ പ്രസ്താവന ഇത് കൊടുത്തിരിക്കുന്നതിൽ. 17ാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? സ്ഥിരം ക്വസ്റ്റ്യനാണ്. ഇതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ കേട്ടോ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ്. 18ാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, സോവിയറ്റ് യൂണിയൻ. 20ാമത്തെ ചോദ്യം, ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം. ഓപ്പറേഷൻ ഫ്ലഡ് ധവള വിപ്ലവം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 21ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശമല്ലാത്തത് ഏതാണ്? സ്വത്തവകാശം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, സ്വത്തവകാശം. 22ാമത്തെ ചോദ്യം, 2002 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏത്? 1 മാത്രം. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ഇതാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 23ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി ബി ആർ അംബേദ്കർ. ഓപ്ഷൻ സി ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെന്റ്. ഓപ്ഷൻ എ പാർലമെന്റ്. 25ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭ എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് കേട്ടോ. അതാണ് ആൻസർ. 26, കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? ഏതാണ്? കോട്ടയം ജില്ലയാണ് കേട്ടോ. കോട്ടയം. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. 27ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ് കേട്ടോ. ജോൺ ജോസഫ് മർഫി. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയാണ്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 29ാമത്തെ ചോദ്യം, കൊല്ലം കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? കൊല്ലം കോട്ടപ്പുറം NW3 ആണ് കേട്ടോ. അതേപോലെ NW3. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ് കേട്ടോ. ഉത്തരായന രേഖയാണ്. 31, സിംഹവാലൻ കുരങ്ങൾക്ക് പേര് കേട്ട ദേശീയ ഉദ്യാനം? സൈലന്റ് വാലി. ഓപ്ഷൻ ബി സൈലന്റ് വാലി. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഏതിലാണ്? ചാലക്കുടി പുഴ കേട്ടോ. ചാലക്കുടി പുഴ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 33, കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. ഓപ്ഷൻ സി ആണ് ആൻസർ, ശബരിഗിരി. ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ഏതാണ്? ബംഗ്ലാദേശ്. ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. 35ാമത് ചോദ്യം,
ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് എക്കൽ മണ്ണ്. 36ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി കേട്ടോ. ഓപ്ഷൻ ഡി ആനമുടിയാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏതാ? പാക് കടലിടുക്ക്. ഓപ്ഷൻ എ പാക് കടലിടുക്ക്. 38, ഹിമാലയൻ നദി അല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഹിമാലയൻ നദി അല്ലാത്തതാണ് കൃഷ്ണയാണ് കേട്ടോ. കൃഷ്ണ. ഓപ്ഷൻ എ കൃഷ്ണയാണ്. 39ാമത് ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഏറ്റവും കുറഞ്ഞതാണ് വളപട്ടണം. ഓപ്ഷൻ ഡി വളപട്ടണം കേട്ടോ. 40ാമത്തെ ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായൽ. ഓപ്ഷൻ എ പുന്നമടക്കായൽ. 41, ജലത്തിലൂടെ പകരുന്ന രോഗം ഏത്? ജലത്തിലൂടെ പകരുന്നതാണ് കോളറ കേട്ടോ. ഈ കൊടുത്തിരിക്കുന്നതിൽ കോളറ. ഓപ്ഷൻ എ കോളറ. 42ാമത്തെ ചോദ്യം, പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ഏതാണ്? ലാക്റ്റിക് ആസിഡ് കേട്ടോ. ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ് ആണ് കേട്ടോ. ലാക്റ്റിക് ആസിഡ്. ഇതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ഏതാണ്? അടുത്ത ചോദ്യം 43ാമത്തിൽ ഇതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ഏതാണ്? ടൈഫോയിഡ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, മന്ത്, എയ്ഡ്സ്. ഏതാണ്? ക്യാൻസർ ആണ് കേട്ടോ. ക്യാൻസർ. 44ാമത്തെ ചോദ്യം, ഇ സി ജിയുടെ പൂർണ്ണരൂപം കേട്ടോ. ഇ സി ജിയുടെ പൂർണ്ണരൂപം ഏതാ? ഇലക്ട്രോ കാർഡിയോഗ്രാം കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. 45ാമത്തെ ചോദ്യം, പോഷണ പ്രക്രിയയിലെ വിവിധ ഘടകങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. പോഷണ പ്രക്രിയയിലെ വിവിധ പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആഹാര സ്വീകരണം, അത് കഴിഞ്ഞ് ദഹനം, അത് കഴിഞ്ഞ് ആഗിരണം, അത് കഴിഞ്ഞ് സ്വാംശീകരണം കേട്ടോ. അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ആഹാരം കഴിക്കുന്നു, ദഹിക്കുന്നു, ആഗിരണം ചെയ്യുന്നു, പോഷകഘടകങ്ങളെല്ലാം സ്വാംശീകരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 46ാമത്തെ ചോദ്യം, കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് അന്നപഥത്തിൻ്റെ ഒരു ഭാഗമാണ്. ഏതാണ് അതിൽ ശരി? ഓപ്ഷൻ സി ആണ് കേട്ടോ. പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. 47ാമത്തെ ചോദ്യം, ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ച് എടുക്കുന്നത്? ഏതാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? പോപ്പി ചെടി കേട്ടോ. പോപ്പി. ഓപ്ഷൻ സി ആണ് പോപ്പി ചെടി. പുകവലിയിലൂടെ ഉണ്ടാകുന്ന രോഗം ഏത്? എംഫിസീമ കേട്ടോ. എംഫിസീമയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. എംഫിസീമ. 49ാമത്തെ ചോദ്യം, ശരിയായ ജോഡി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ശരിയായ ജോഡി ഏത്? ഇതിൽ ജീവകം എ. ജീവകം ഏതാണ്? നിശാന്തത കേട്ടോ. എ 3 വരും കേട്ടോ. ഇതിനകത്ത് വരുന്നത് A3. ജീവകം ബി ആണെങ്കിൽ ബെറിബെറി. ജീവകം സി ആണെങ്കിൽ സ്കർവി. അതേപോലെ തന്നെ ജീവകം ഡി ആണെങ്കിൽ റിക്കറ്റ്സ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 50ാമത്തെ ചോദ്യം, ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ശ്വേത രക്താണുക്കളാണ് കേട്ടോ. ശ്വേത രക്താണുക്കൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ.